Welcome back to a new video lecture, and in this lecture we discuss a new topic, and it is geological work of river. So before going to the topic in detail, we should know some of the terms related with this topic. First one is channel, second one is velocity, then gradient, discharge, then competence, then type of flow. എന്താണ് ഒരു റിവർ ഫ്ലോയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന റിവർ റണ്ണിങ് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ടേംസസ് കാര്യങ്ങളൊന്ന് ഫെമിലിയറൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഫസ്റ്റ് വൺ ഈസ് ചാനൽ. The river has a well-defined path of its own within the boundaries. അതായത് ഒരു ചാനൽ ഫ്ലോ അല്ലെങ്കിൽ ഒരു റിവർ ഒഴുകുക എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ചാനലിലൂടെ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ബൗണ്ടറീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിങ് എ ചാനൽ. ദർ ഇസ് എ ബ്യൂട്ടിഫുൾ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് പാത്ത് തന്നെയായിരിക്കും. ഓക്കെ, ഒരു വെള്ളത്തിന് ഒഴുകാനായിട്ട് ഒരു പാത്ത് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദെൻ സെക്കൻഡ്, റിഗാർഡിംഗ് ദ വെലോസിറ്റി, ദ ഡിസ്റ്റൻസ് വാട്ടർ ട്രാവൽസ് ഇൻ എ യൂണിറ്റ് ടൈം വിത്തിൻ ഇറ്റ്സ് ചാനൽ. ഇത്രയേ ഉള്ളൂ. ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു റിവർ വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ഒഴുകുമ്പോൾ സം വെലോസിറ്റി വിൽ ബി ദെയർ. സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് ദിസ് വെലോസിറ്റി. ദെൻ ഗ്രേഡിയൻറ്റ് മീൻസ് ആക്ച്വലി സ്ലോപ്പ്. എത്ര സ്ലോപ്പിലാണ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി മാറിയിട്ടാണ് ഈ പറയുന്ന റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ റിവർ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റിഗാർഡിംഗ് ഡിസ്ചാർജ്, ദ വോളിയം ഓഫ് വാട്ടർ ദാറ്റ് പാസസ് അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ദ ചാനൽ ഇൻ എ യൂണിറ്റ് ടൈം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ ചാനലിൽ എടുക്കുവാണെങ്കിൽ എത്ര എമൗണ്ട് വാട്ടറാണ് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ കടന്നു പോകുന്നത്, അതാണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ competence, the capacity of a river to transport the material. ഒരു റിവറിലൂടെ വാട്ടർ കാര്യങ്ങളെല്ലാം പോകുന്നു, എത്ര കപ്പാസിറ്റി ഉണ്ട് അതിനകത്ത് ആ വാട്ടറിന് ഹോൾഡ് ഡൗൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അതാണ് കോമ്പറ്റൻസ്. ദെൻ ടൈപ്പ് ഓഫ് ഫ്ലോ മീൻസ് യു ഓൾറെഡി നോ ദീസ് ടേംസ്, ലാമിനാർ ആൻഡ് ടെർബുലൻറ്റ് ഫ്ലോ. ഹൗ ദിസ് ഫ്ലോ ഈസ് ഹാപ്പനിങ്. വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ലാമിനാർ ഫ്ലോ, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ടെർബുലൻറ്റ് ഫ്ലോ. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ചാനൽ എന്താണെന്ന് പറഞ്ഞു, വെൽ ഡിഫൈൻഡ് പാത്ത് ആയിരിക്കും, വിത്തിൻ ബൗണ്ടറീസസ് വിൽ ബി ദെയർ. ദെൻ റിഗാർഡിംഗ് വെലോസിറ്റി മീൻസ് ഈ പറയുന്ന ഈ ഒഴുകുന്ന വാട്ടറിന് ദെയർ വിൽ ബി സം വെലോസിറ്റീസ് വിൽ ബി ദെയർ. ദെൻ റിഗാർഡിംഗ് ഗ്രേഡിയൻറ്റ്, ദെർ വിൽ ബി സം സ്ലോപ്സസ് വിൽ ബി പ്രൊവൈഡഡ്. ദെൻ റിഗാർഡിംഗ് ഡിസ്ചാർജ്, എത്ര എമൗണ്ട് ഒരു പർട്ടിക്കുലർ പൊസിഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിൽ പോകുന്നു. ദെൻ competence means capacity of a river to transport the material. Then last one, type of flow. രണ്ട് രീതിയിലാണ്, turbulent and laminar flow. Laminar means ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ ലാമിനാർ. ടെർബുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ടെർബുലൻറ്റിൻ്റെ കേസിൽ. സോ ദാറ്റ്സ് റിഗാർഡിംഗ് ദ ഡിഫറെൻറ്റ് ടേംസസ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ ടോപ്പിക്. റണ്ണിങ് വാട്ടർ is the most important geological agent in eroding, transporting, depositing sediment. അതായത് ഈ ഒഴുകുന്ന വാട്ടർ, വെള്ളവും കാര്യങ്ങളും, രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഒന്നാമതായിട്ട് ഇറോഷൻ സംഭവിക്കുന്നുണ്ട്, രണ്ടാമതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, മൂന്നാമതായിട്ട് സംഭവിക്കുന്നതാണ് ഡിപ്പോസിഷൻ. ഈ വെള്ളവും കാര്യങ്ങളും ഒഴുകുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന മൂന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ത്രൂ ഔട്ട് ദിസ് റിവർ വാട്ടർ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ റിസൾട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇറോഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഡിപ്പോസിഷൻ. ഈ മൂന്ന് കേസസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, Nearly every landscape on earth shows the result of stream erosion or deposition. ഏതൊരു കേസ് സ്റ്റഡി നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സംഭവങ്ങളെല്ലാത്തിലും ഉണ്ടാവും. ഇറോഷൻ ഉണ്ടാവും, ഡിപ്പോസിഷൻ ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. അതിനകത്ത് മെറ്റീരിയൽസ് കാര്യങ്ങൾ, ഒരു ഭാഗത്തുനിന്ന് മെറ്റീരിയൽസ് എടുത്ത് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറേ സെഡിമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതിക്കൊള്ളുക. വാട്ടർ നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, റണ്ണിങ് വാട്ടർ.
it will take to some other position. അവിടെ വെലോസിറ്റി കുറയുമ്പോൾ അവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. സോ ഇറോഷൻ സംഭവിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, ദെൻ ഡിപ്പോസിഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ what do you mean by a stream? A body of running water confined to a channel that runs downhill under the influence of a gravity. ഒരു സ്ട്രീം ഫ്ലോ അല്ലെങ്കിൽ ഒരു ഫ്ലോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് എന്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്? ഒരു ഗ്രാവിറ്റി ഫോഴ്സ് മൂലം ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ഡയഗ്രം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു സോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നായിരിക്കും ഈ പറയുന്ന വാട്ടർ കാര്യങ്ങൾ, ഒരു സ്ട്രീം കാര്യങ്ങൾ പുറപ്പെടുന്നത്, ഇസ്ന്റ് ഇറ്റ്? ദെൻ പല പല സ്ട്രീമുകൾ പല പല ചാനലുകളായിട്ട് അത് മാറുന്നു. ദെൻ ഇതെല്ലാം കൂടി ഒരു ഫൈനൽ പോയിന്റിലേക്ക് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. സോ ഹെഡ് വാട്ടർ ഈസ് അപ്പർ പാർട്ട് ഓഫ് എ സ്ട്രീം നിയർ ഇറ്റ് സോഴ്സ് ഇൻ ദ മൗണ്ടൻസ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു മൗണ്ടൻ ഏരിയയിൽ നിന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാര്യങ്ങൾ, വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ക്ലിയർ ആയിട്ട്. ഏതെങ്കിലും ഒരു അപ്പർ സ്ട്രീമിൽ നിന്നായിരിക്കും ഈ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ മൗണ്ടൻ പീക്കിൽ നിന്നായിരിക്കും ഈ പറയുന്ന വാട്ടർ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രീം കാര്യങ്ങൾ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ മൗത്ത്, ദ പ്ലേസ് വെയർ എ സ്ട്രീം എൻഡേഴ്സ് എ സീ ഓർ ലേക്ക് ഓർ എ ലാർജ് സ്ട്രീം. ഇതെല്ലാം കൂടി എൻഡ് ചെയ്യുന്ന ഒരു പൊസിഷനും കാര്യങ്ങളുമാണ് ഈ പറയുന്ന മൗത്ത് ഓഫ് എ സ്ട്രീം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ചാനൽ, എ ലോങ് നാരോ ഡിപ്രഷൻ ഇറോഡഡ് ബൈ എ സ്ട്രീം ഇൻ ടു റോക്ക് ഓർ സെഡിമെൻറ്റ്. പല ഡിപ്രഷൻസും കാര്യങ്ങളും ഈ പറയുന്ന ചാനലിൽ ഫ്ലോ ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യപ്പെടാം. ഓക്കെ, അതാണ് നമുക്ക് ഈ പറയുന്ന വെള്ളവും വാട്ടറും കാര്യങ്ങളൊക്കെ ഒഴുകുന്നതിനിടയിൽ പല പല ഡിപ്രഷൻസും കാര്യങ്ങളും പല കുഴികളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം. ദെൻ സ്ട്രീം ബാങ്ക് സൈഡ്സ് ഓഫ് എ ചാനൽ, ദെൻ സ്ട്രീം ബെഡ്, ചാനൽ ബോട്ടം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേസുകൾ. ഒന്ന് ശ്രദ്ധിച്ചോളുക. ഒരു ഹൈ മൗണ്ടൻ റീജിയനിൽ നിന്ന് വാട്ടർ സ്ട്രീംസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ അത് പല ചാനൽസും ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടാം. ആ ഫ്ലോയിൽ, റണ്ണിങ് വാട്ടറിൻ്റെ ഫ്ലോയിൽ അല്ലെങ്കിൽ ആ പൊസിഷൻ്റെ ഇതിലാണ് ഈ പറയുന്ന പല സ്ട്രീംസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഇൻ ദ എൻഡ് എന്ത് സംഭവിക്കുന്നു? ഏതെങ്കിലും ഒരു സീയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു ചാനൽ മീൻസ് ഒരു ലേക്കിലേക്കോ എല്ലാം പോയി ലയിക്കുകയാണ് ചെയ്യുന്നത് ഈ റണ്ണിങ് വാട്ടർ എന്ന് പറയുന്നത്, മീൻസ് ഈ ഹെഡ് വാട്ടർ എന്ന് പറയുന്നത്. Okay, so that's the case. Then what is river erosion? Some basic things you have to discuss. Okay. In the case of river erosion, these 5 things are very important. ഒരു റിവർ ഇറോഷൻ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോളിക് ആക്ഷൻ. The force of the water weakens and breaks up the rocks. What do you mean by that? ഈ വാട്ടർ വളരെ ഹൈ പീക്കിൽ നിന്നാണ് ഒഴുകി താഴേക്ക് വരുന്നത്. നല്ല വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റോക്ക് പാർട്ടിക്കിൾസ് ഇടയ്ക്കുള്ളതെല്ലാം എന്താണ്? ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ആക്ഷൻ ആണ് ഫസ്റ്റ് തിങ്. ദെൻ ക്യാവിറ്റേഷൻ, distinct and rare type of hydraulic action performed by running water. ഈ റണ്ണിങ് വാട്ടർ ഒഴുകുമ്പോൾ സംഭവിക്കുന്ന ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു ഹൈഡ്രോളിക് ആക്ഷൻ തന്നെയാണ് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന റോക്ക് പാർട്ടിക്കിൾസിനെ ഏതാണ് ഒരു പൊസിഷനിൽ നിന്ന് എടുത്ത് മറ്റൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുപോകുന്നു. ദെൻ അബ്രേഷൻ മീൻസ് പ്രിൻസിപ്പൽ മെത്തേഡ് ഓഫ് സ്ട്രീം ഇറോഷൻ ആൻഡ് ഇറ്റ് ബിയേഴ്സ് എവേ ബെഡ് റോക്സ് ആൻഡ് റോക്സ് എലോങ് ബാങ്ക്സ് ഓഫ് എ സ്ട്രീം ബൈ ദ റണ്ണിങ് വാട്ടർ. ഇവിടെയും ഇതേ ഒരു ഫിനോമിന തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പറയുന്ന റോക്ക് പാർട്ടിക്കിൾസ് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ആ റോക്ക് പാർട്ടിക്കിൾസിനെ എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ദെൻ ആട്രീഷൻ, as the pebbles carried by the river crash into each other, they become smaller and round. അതായത് ഈ ഒഴുക്കിനിടെ ചിലപ്പോൾ കല്ലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളീഷൻ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ പൊടിഞ്ഞ് വീണ്ടും ചെറിയ പാർട്ടിക്കിൾസ് ആകുന്നു. അതാണ് സംഭവിക്കുന്നത്. ദെൻ കൊറോഷൻ, ദ സ്റ്റഡി കെമിക്കൽ ആക്ഷൻ ഓഫ് ദ സ്ട്രീം വാട്ടർ ഓൺ ദ റോക്സ്. ഈ പറയുന്ന റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ ഒരു പക്ഷേ ചിലപ്പോൾ കെമിക്കൽ ആക്ഷൻസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം ഒരു ഇറോഷൻ കാരണമാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഫാക്ടേഴ്സ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൈഡ്രോളിക് ആക്ഷൻ, ക്യാവിറ്റേഷൻ, അബ്രേഷൻ, ആട്രീഷൻ, കൊറോഷൻ.
Okay. Then stream erosion, coming to the term stream erosion. The stream erosion and deposition controlled by flow velocity and discharge. Okay. ഈ ഇറോഷനെ കൺട്രോൾ ചെയ്യപ്പെടുന്ന രണ്ട് ഫാക്ടേഴ്സാണ്, വളരെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണ് വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ്. അതായത് ഈ റണ്ണിങ് വാട്ടറിൻ്റെ വെലോസിറ്റി ഈ പറയുന്ന ഇറോഷനെ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്ര വെലോസിറ്റിയിലാണ് ഈ പറയുന്ന ഫ്ലോ നടക്കുന്നത്, അപ്പോൾ ആ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, ആ വെലോസിറ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇറോഡ് ചെയ്യപ്പെടുന്നു. സ്ട്രീം വെലോസിറ്റി കൺട്രോൾഡ് ബൈ സ്ട്രീം ഗ്രേഡിയൻറ്റ്, ചാനൽ ഷേപ്പ്, ചാനൽ റഫ്നെസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. ടേംസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് ഡിപ്പെൻഡ് ചെയ്യും. സ്ലോപ്പുകൾ വളരെ വലുതാണെങ്കിൽ എന്താണ്, പാർട്ടിക്കിൾസിന് വളരെ സ്മൂത്തായിട്ട് ഒഴുകി അങ്ങ് പോകും. ഇസ്ന്റ് ഇറ്റ്? ദെൻ ചാനൽ ഷേപ്പ്, ചാനലിൻ്റെ ഷേപ്പും ഡിപ്പെൻഡ് ചെയ്യും, ചാനലിൻ്റെ റഫ്നെസ്സും. ചാനൽ ഈ പറയുന്ന വളരെ ഷേപ്പ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ പറയുന്ന പാർട്ടിക്കിൾസിന് ഒഴുകാൻ പാകത്തിനാണ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഈ പറയുന്ന ഇറോഷനും കാര്യങ്ങളും സംഭവിക്കും. ദെൻ മാക്സിമം വെലോസിറ്റി നിയർ സെൻറ്റർ ഓഫ് എ ചാനൽ. വെലോസിറ്റി നമ്മളിപ്പോൾ ഇതൊരു ഫ്ലോയും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ ഒരു ചാനലിൽ കൂടെയുള്ള ഫ്ലോസ് കാര്യങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ദ ചാനലിലായിരിക്കും മാക്സിമം വെലോസിറ്റി വിൽ ബി ദെയർ. ദെൻ ഫ്ലഡ്സ് ഇൻവോൾവ് ഇൻക്രീസ്ഡ് വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ്. ഓക്കെ, ഫ്ലഡ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഭയങ്കര വെലോസിറ്റിയിലും ഭയങ്കര ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു കേസിലേക്ക് വരുന്നത്. ഓക്കെ, ഹയർ സ്ട്രീം വെലോസിറ്റി പ്രൊമോട്ട് ഇറോഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് കോഴ്സർ സെഡിമെൻറ്റ്സ്. ഓൾറെഡി പറഞ്ഞു, സ്ട്രീം വെലോസിറ്റി തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഘടകം. അപ്പോൾ എന്താണ്, ഇറോഷനും അതുപോലെ തന്നെ കോഴ്സർ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാനും ഉള്ള ചാൻസ് കൂടുതലാണ്. ഇറോഷൻ ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു മോളിക്കുലാർ ബൈൻഡിങ് ഫോഴ്സസ്. എന്നിരുന്നാലും ഈ പറയുന്ന ചെറിയ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ക്യാരി ചെയ്യപ്പെടാനുള്ള ഫോഴ്സ്, അതായത് മുമ്പോട്ട് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ആ ഒരു ആഘാതം അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി കാര്യങ്ങളുടെ ഏതാണ് കൂടുതൽ ഫോഴ്സ് കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പറയുന്ന സാധനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിങ് ദി സ്ട്രീം ഇറോഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു, സ്ട്രീം വെലോസിറ്റി കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു, എങ്ങനെ ഡിപ്പോസിഷൻ നടക്കുന്നു, എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു, എങ്ങനെ ഇറോഷൻ നടക്കുന്നു, അതൊരു ഗ്രാഫിക്കൽ അലൈൻമെൻറ്റിൽ വരച്ച് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിങ് ദി സ്ട്രീം ഇറോഷൻ. ദെൻ some other terms is stream gradient, already mentioned. It's the downhill slope of the stream bed. Okay, already mentioned that it is the slope ആണ്. സ്ലോപ്പ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു, അത് ക്യാരി ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കിൾസ് റോക്ക് മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെ അത് യൂണിറ്റ് കാര്യങ്ങൾ മെഷർ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലാണെങ്കിൽ മീറ്റേഴ്സ് പെർ കിലോമീറ്ററിലായിരിക്കും. Then regarding channel shape and roughness, how this influence, ചാനലിൻ്റെ ഷേപ്പും അതിൻ്റെ റഫ്നെസ്സും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന്. ബോത്ത് എഫക്റ്റ് സ്ട്രീം വെലോസിറ്റി ഡ്യൂ ടു ഡ്രാഗ്. നാരോവർ ഡീപ്പർ ചാനൽസ് അലോ ഫാസ്റ്റർ ഫ്ലോ, സ്മൂത്തർ ചാനൽസ് അലോ ഫാസ്റ്റർ ഫ്ലോ, വൈഡർ ആൻഡ് ഷാലോ ചാനൽസ് ഡിക്രീസ് സ്പീഡ്, റഫർ ചാനൽസ് ഡിക്രീസ് ഫ്ലോ ഓഫ് സ്പീഡ്. ടേംസസ് വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡീപ്പർ ചാനൽസ് അലോ അല്ലെങ്കിൽ നാരോവർ ചാനൽസ് അലോ ഫാസ്റ്റർ ഫ്ലോ. അതായത് നമ്മുടെ ചാനൽ കാര്യങ്ങൾ വളരെ നാരോ ആണെങ്കിൽ എന്താണ്, ഫ്ലോ വളരെ വളരെ സ്പീഡിലായിരിക്കും നടക്കുന്നത്. വളരെ, അതായത് വിഡ്ത്ത് കാര്യങ്ങൾ കുറവാണ്. ഇതിലൂടെയാണോ ഇതിലൂടെ ആയിരിക്കുമോ, മീൻസ് വൈഡൻ കൂടിയ റീജിയനിലായിരിക്കും കൂടുതൽ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റഫ് ചാനൽസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫ്ലോ എന്തായാലും കുറയും. കാരണം അവിടെ ഇവിടെയും തട്ടി തടഞ്ഞ് പയ്യെ ആയിരിക്കും പോകുന്നത്. So that's the case. Then regarding stream discharge is the volume of water flowing past a given point in a already mentioned. അതായത് എത്ര എമൗണ്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ കടന്നു പോകുന്നു ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ, അതാണ് സ്ട്രീം ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. Then streams cut their own valleys, deepening and widening them over time and carrying away the sediments. Streams എന്താണ്, ഈ ഒരു കേസ് സ്റ്റഡി ഒന്ന് നോക്കിക്കോളൂ. എങ്ങനെയാണ് വാട്ടർ കാര്യങ്ങൾ അല്ലെങ്കിൽ റോക്സ് കാര്യങ്ങളും ഒഴുകുന്ന കാര്യങ്ങളും നോക്കിക്കൊള്ളുക. അതായത്
ഇവിടെ പല പല കേസുകളാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കേസസ് ആർ ഡെവലപ്പിംഗ്. ഒരു റോക്ക് സർഫസ് കാര്യങ്ങൾ ഒഴുകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്: സ്ട്രീംസ് കട്ട് ദെയർ ഓൺ വാലീസ്, ഡീപ്പനിങ് ആൻഡ് വൈഡനിങ് ദം ഓവർ ടൈം ആൻഡ് ക്യാരിങ് അവേ ദ സെഡിമെൻറ്റ്. അതായത് വാലീസ് ഡെവലപ്പ് ചെയ്യുന്നു, ഫൈനലി ഈ പറയുന്ന സെഡിമെൻറ്റ് കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷനാണ് നടക്കുന്നത്. Then stream erosion occurs by 3 mechanisms: hydraulic action, solution and abrasion. നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറച്ച് ടേംസസ് ആണ്. എബിലിറ്റി ഓഫ് ഫ്ലോയിങ് വാട്ടർ ടു പിക്കപ്പ് ആൻഡ് മൂവ് റോക്ക് ആൻഡ് സെഡിമെൻറ്റ്. വാട്ടറിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെ ഈ പറയുന്ന റോക്ക് പാർട്ടിക്കിൾസിനെ എടുക്കുകയും മറ്റൊരു പ്ലേസിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സൊല്യൂഷൻ: ഡിസോൾവിങ് ഓഫ് റോക്സ്. സം കെമിക്കൽ ആക്ഷൻസ് മൂലം ഈ പറയുന്ന ഡിസോൾവ് നടക്കുന്നു. Then abrasion means grinding away of stream channel by the friction impact of sediment. അതായത് ഒരു കൊളീഷൻ നടക്കുകയാണ് ചെയ്യുന്നത് റോക്ക് പാർട്ടിക്കിൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. Then potholes are eroded into stream bed by abrasive action of sediment load in the stream. ഒരു കേസാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇറോഷൻ സംഭവിക്കുന്നത് മൂലം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് പോട്ട് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് അതിനൊരു എക്സാമ്പിൾസ്. പോട്ട് ഹോൾസ് ആർ ഡെവലപ്ഡ് ഇൻ ദിസ് വേ. ഈ പറയുന്ന അബ്രേസീവ് ആക്ഷൻ മൂലമൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് പറഞ്ഞിരിക്കുന്നത് പോട്ട് ഹോൾസ് മീൻസ്. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കേസ്, അതായത് ഇറോഷൻ അല്ലെങ്കിൽ ഇറോഡ് നടന്നു, അതിനെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് അടുത്തൊരു പ്ലേസിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് പറയുന്നത്: സെഡിമെൻറ്റ് ലോഡ് ട്രാൻസ്പോർട്ടഡ് ബൈ എ സ്ട്രീം ക്യാൻ ബി സബ്ഡിവൈഡഡ് ഇൻ ടു ബെഡ് ലോഡ്, സസ്പെൻഡ് ലോഡ്, ഡിസോൾഡ് ലോഡ്. ഈ സെഡിമെൻറ്റ് ലോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ കേസാണ് പറയുന്നത്. ബെഡ് ലോഡ്, suspended load and dissolved loads. Bed load means large or heavy particles that travel on the stream bed. Bed load എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെവി പാർട്ടിക്കിൾസ് ഈ പറയുന്ന സ്ട്രീം ബെഡിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതാണ് ഈ പറയുന്ന ബെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ. ട്രാക്ഷൻ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് പാർട്ടിക്കിൾസ് ദാറ്റ് ട്രാവൽ എലോങ് ദ സ്ട്രീം ബെഡ് ബൈ റോളിംഗ്, സ്ലൈഡിങ് ഓർ ഡ്രാഗിങ്. അതായത് ഇങ്ങനെ പയ്യെ സ്ലൈഡ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് ട്രാക്ഷൻ ലോഡ്. സോൾട്ടേഷൻ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം പാർട്ടിക്കിൾസ്, ടിപ്പിക്കലി സാൻഡ് സൈറ്റ്സ് ദാറ്റ് ട്രാവൽ ഡൗൺ സ്ട്രീം ബൈ ബൗൺസിങ് എലോങ്, സംടൈംസ് ഇൻ കോൺടാക്ട് ദ സ്ട്രീം ബെഡ്, സംടൈംസ് സസ്പെൻഡ് ഇൻ ദ ഫ്ലോയിങ് വാട്ടർ. അതായത് ഇച്ചിരിയും കൂടെ സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആയിരിക്കും. അത് ഒരുപക്ഷെ ഈ പറയുന്ന ബെഡ് സർഫസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോയിങ് വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇത് ബെഡ് ലോഡിൻ്റെ 2 കേസസ് ആണ് പറഞ്ഞത്. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ: സസ്പെൻഡ് ലോഡ്. സെഡിമെൻറ്റ് ദാറ്റ് ഈസ് മോണോർ ലൈറ്റ് ഇനഫ് ടു റിമെയിൻ എബോവ് ദ സ്ട്രീം ബോട്ടം ബൈ ടർബുലൻറ്റ് ഫ്ലോ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. സസ്പെൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ അതായത് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ലോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ പറയുന്ന റിവർ വാട്ടർ അല്ലെങ്കിൽ സ്ട്രീം വാട്ടറിൻ്റെ മുകളിൽ ഏതാണ് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥ. Then dissolved load, dissolved ions produced by chemical weathering of soluble minerals upstream. അതായത് എന്തെങ്കിലും കെമിക്കൽ ആക്ഷൻസ് മൂലം ഈ പറയുന്ന പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. Then moving on to the next one, that is sediment deposition. Sediment deposition means sediments are temporarily deposited along stream course as bars and floodplain deposits and at or near its end as deltas or alluvial fans. അതായത് ഇറോഷൻ നടന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അടുത്തൊരു സ്റ്റേജാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പല രീതിയിൽ വരാം, ഒരു ബാർസായിട്ട് വരാം. അതായത് ഈ ഒരു ഡയഗ്രാം കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഒരു റിവർ വാട്ടർ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കുറേ സെഡിമെൻറ്റ്സ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നൊരവസ്ഥ. ഓക്കെ, ആ ഒരു കേസാണ് ഈ ഡിപ്പോസിഷനും കാര്യങ്ങളും നമ്മൾ പറയുന്നത്. The ridges of sediment deposited in the middle or along the sides of a stream. അതായത് ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ മിഡിൽ ഭാഗത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന ഡിപ്പോസിറ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ബാർസ് എന്ന് പറയുന്നത്. The braided streams contain sediment deposited as numerous bars around which water flows in highly interconnected rivulets. Heavy sediment, shallow, wide channel. ഇതൊരു എക്സാമ്പിൾ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്ട്രീം ഒഴുകുന്നതിനിടയിൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു ഡിപ്പോസിഷനും കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഈ പറയുന്ന ബാർസ് അല്ലെങ്കിൽ സെഡിമെൻറ്റ് ഡിപ്പോസിഷനൊക്കെ കാര്യങ്ങൾ പറയുന്നത്.
Then next one important term, that is meandering streams. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ meandering streams flow faster along the outside of bends and more slowly along the inside, depositing point bars on the insides of the meanders. അതായത് ഈ ഒരു ഡയഗ്രവും കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തോളുക. ചില ഭാഗങ്ങളിൽ ഡിപ്പോസിഷൻ നടക്കുന്നു, ഈ ഒരു ഭാഗത്ത് ഇറോഷൻ നടക്കുന്നു, വീണ്ടും ഇറോഷൻ നടക്കുന്നു, ഇവിടെ ഡിപ്പോസിഷൻ നടക്കുന്നു. ഒരു സിക്സാക് മാനറിൽ കടന്നു പോകുന്നൊരവസ്ഥയാണ് ഈ പറഞ്ഞ മിയാൻഡറിങ് സ്ട്രീംസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്സ്ബോ, ലേക്ക് തുടങ്ങിയവയൊക്കെ അതൊരു എക്സാമ്പിളാണ് മിയാൻഡർ. അതായത് ഒരു സിക്സാക് മാനറിലായിരിക്കും ഈ പറയുന്ന ഫ്ലോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. മിയാൻഡർ കട്ട് ഓഫ്സ് മേ ഫോം വെൻ എ ന്യൂ ഷോർട്ടർ ചാനൽ ഇസ് കട്ട് ത്രൂ ദ നാരോ നെക്ക് ഓഫ് എ മിയാൻഡർ. അപ്പോൾ അതിൻ്റെ ഒരു കേസ് സ്റ്റഡി പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഓക്സ്ബോ. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പല ഒരു സിക്സാക് മാനറിൽ പല രീതിയിലാണ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അത് ഈ പറയുന്ന ഡിപ്പോസിഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. ദെൻ ഫ്ലഡ് പ്ലെയിൻസ് ആർ broad strips of land built up by sedimentation on either side of a stream channel. ഫ്ലഡ് പ്ലെയിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ബ്രോഡ് സ്ട്രിപ്സ് ഓഫ് ലാൻഡ് ബിൽട്ടപ്പ് ബൈ സെഡിമെൻറ്റേഷൻ, അതായത് രണ്ട് സൈഡിലും ഈ പറയുന്ന സെഡിമെൻറ്റ് കാര്യങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ആ ഒരു കേസാണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതാണ് ഈ ഡയഗ്രാം കാര്യങ്ങൾ നോക്കിക്കോളുക, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫ്ലഡ് പ്ലെയിൻ സെഡിമെൻറ്റ്സ് ആർ ലെഫ്റ്റ് ബിഹൈൻഡ് as water flows. Flood waters slow and reside at the end of a flood events. Main channel has slightly raised banks with respect to the flood plain known as natural leaves. ഓക്കെ, അതായത് ചില ഭാഗങ്ങൾ മേളിലേക്ക് പൊങ്ങിയിരിക്കുന്നൊരവസ്ഥ, ആ ഒരു കേസാണ് ഈ പറയുന്ന ഫ്ലഡ് പ്ലെയിൻ്റെ കേസിൽ നമുക്ക് നോക്കിയാൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇവിടെ എക്സിസ്റ്റിംഗ് നാച്ചുറൽ ലീവ്സ് ഈ പറയുന്ന സൈഡുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഏതാണ് മറ്റു വശങ്ങളെ അപേക്ഷിച്ച് അല്പം റേസ് ചെയ്തായിട്ടായിരിക്കും ഇരിക്കുന്നത്, അതായത് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് റിഗാർഡിംഗ് ദിസ് ഫ്ലഡ് പ്ലെയിൻസ്. ദെൻ ഡെൽറ്റ, a body of sediment deposited at the mouth of a river when flow velocity decreases. അതായത് വെലോസിറ്റി ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴാണല്ലോ ഡിപ്പോസിഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു എൻഡ് സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഡിപ്പോസിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. സർഫസ് മാർക്ക്ഡ് ബൈ ഷിഫ്റ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടറി ചാനൽസ്. ഷേപ്പ് ഓഫ് എ ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺ വെദർ ഇസ് വേവ് ഡോമിനേറ്റഡ്, ടൈഡ് ഡോമിനേറ്റഡ്, സ്ട്രീം ഡോമിനേറ്റഡ്. ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറയുന്ന ഡെൽറ്റ എങ്ങനെ ഫോം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ദെൻ റിഗാർഡിംഗ് അലൂവിയൽ ഫാൻ, large fan cone-shaped pile of a sediment that forms where stream velocity decreases as it emerges from a narrow mountain canyon on to a flat plain. ഒരു ഫാൻ ഷേപ്പ്ഡ് അല്ലെങ്കിൽ ഒരു ബിഗർ ഫാൻ ഷേപ്പ്ഡിൻ്റെ മോഡലിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു കേസാണ് അലൂവിയൽ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെൽ ഡെവലപ്ഡ് ഇൻ ഡെസേർട്ട് റീജിയൻ സച്ച് ആസ് സൗത്ത് വെസ്റ്റേൺ US. സോ അതിന് എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാർജർ ഫാൻ show grading from large sediments nearest the mountains to finer sediments farther away. Okay. Then flooding, when water level rises and overtop the banks of a river, flooding occurs. അതായത് വെള്ളത്തിൻ്റെ ഒരു എമൗണ്ട് ഒരു സർട്ടൺ ലെവലിൽ നിന്നാലാണ് അത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുള്ളൂ. അതിന് ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലഡിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് സംഭവിക്കും. The natural process on all rivers described recurrence intervals. A 100-year flood is on an average the size of the largest flood within a 100-year period of time. So different features regarding അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റിക്കറിങ് ഇൻ്റർവെൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് വർഷത്തെ സ്റ്റഡി അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ത്രൂ ഔട്ട് സ്റ്റഡിയിലൂടെ ഈ പറയുന്ന എത്രത്തോളം ഡെവലപ്പ് ചെയ്യും, അതാണ് 100-year ഫ്ലഡ് എന്നുള്ള കേസ് പറഞ്ഞിരിക്കുന്നത്. Can cause great damage in heavily populated areas. ഓക്കെ, ഭയങ്കരമായിട്ട് പോപ്പുലേറ്റഡ് ആയിരിക്കുന്ന ഏരിയയിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും ഈ പറയുന്ന ഫ്ലഡിങ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഹൈ വെലോസിറ്റി ലാർജ് വോളിയം വാട്ടർ കോസ് ഫ്ലഡ് ഇറോഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ സ്ലോയിങ് ഓഫ് വാട്ടേഴ്സ് ആസ് ഫ്ലഡ് എൻസ് കോസ് ഫ്ലഡ് ഡിപ്പോസിറ്റ്സ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഫ്ലഡിങ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഫ്ലഡ് ഡിപ്പോസിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു.
അല്ലേ? ഈ പറയുന്ന എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാം ഈ പറയുന്ന തകർത്ത് കളഞ്ഞിട്ട് എന്താണ് അവിടെ ഈ പറയുന്ന വേസ്റ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. Then flood control, the dams designed to trap flood waters in reservoirs upstream and release it gradually over time. Dams designed, how can you control this flood? Trap flood waters in reservoir upstream and release gradually over time. അതായത് നമ്മൾ ഈ പറയുന്ന ഡാംസ് കാര്യങ്ങളൊക്കെ ഇതിന് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആവശ്യത്തിനധികം വാട്ടർ കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം വാട്ടർ ഒരു ലെവലായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രാജുവലി എന്താണ് റിലീസ് ചെയ്യണം. പല സ്ട്രീമുകളിലേക്കും കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ റിവേഴ്സിലേക്കും കാര്യങ്ങളിലേക്കും ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യണം. ആർട്ടിഫിഷ്യൽ ലീവ്സ് ഡിസൈൻ ടു ഇൻക്രീസ് കപ്പാസിറ്റി ഓഫ് റിവർ ചാനൽ വർക്ക്സ് വെൽ അണ്ടിൽ സ്ട്രീം ഓവർടോപ്സ് ആർട്ടിഫിഷ്യലി റേസ്ഡ് ലീവ്സ് ലീഡിങ് ടു എക്സ്ട്രീംലി റാപ്പിഡ് ഫ്ലഡിങ് ആൻഡ് ഇറോഷൻ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ ആർട്ടിഫിഷ്യൽ ലീവ്സ് കാര്യങ്ങൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഈ പറയുന്ന ഒരു റീജിയൻ സെഡിമെൻറ്റ്സ് കാര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഈ പറയുന്ന സൈഡുകളെല്ലാം പൊക്കിക്കൊടുത്ത് അല്ലെങ്കിൽ റേസ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ വൈസ് ലാൻഡ് യൂസ് പ്ലാനിങ് ഇൻക്ലൂഡിങ് പ്രിവെൻഷൻ ഓഫ് ബിൽഡിംഗ് വിത്തിൻ 100-year ഫ്ലഡ് പ്ലെയിൻസ് ഇസ് മോസ്റ്റ് എഫക്റ്റീവ്. അതായത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ലാൻഡ് വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ലാൻഡ് യൂസ് പ്ലാനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ സ്ട്രീം വാലി ഡെവലപ്മെൻറ്റ്, സ്ട്രീം ടെറസസ്, ദെൻ സ്റ്റെപ്പ്-ലൈക്ക് ലാൻഡ് ഫോംസ് ഫൗണ്ട് എബോവ് എ സ്ട്രീം ആൻഡ് ഇറ്റ്സ് ഫ്ലഡ് പ്ലെയിൻ. ഈ ഒരു കേസാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ, അതായത് ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസിനെ ഓരോ തട്ടായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഒക്കേഴ്സ് വെൻ റിവർ റാപ്പിഡ്ലി കട്ട്സ് ഡൗൺവേർഡ് ഇൻ ടു ഇറ്റ്സ് ഓൺ ഫ്ലഡ് പ്ലെയിൻ, റെപ്രസെൻറ്റ്സ് റിലേറ്റീവ്ലി സഡൻ ചേഞ്ച് ഫ്രം ഡിപ്പോസിഷൻ ടു ഇറോഷൻ, ക്യാൻ ബി കോസ്ഡ് ബൈ റാപ്പിഡ് അപ്ലിഫ്റ്റ്, ഡ്രോപ്സ് ഇൻ ബേസ് ലെവൽ, ക്ലൈമറ്റ് ചേഞ്ചസ്. ഈ കുറച്ച് കാരണങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഇൻസൈഡ് മിയാൻഡേഴ്സ് റിറ്റെയിൻ സൈനസ് പാറ്റേൺ ആസ് ദേ കട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിക്സാഗ് മാനറിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു കേസാണ് ഈ പറഞ്ഞ മിയാൻഡേഴ്സ്. അപ്പം സൈനസ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഇത് നോക്കിക്കൊള്ളുക, ഒരു സൈൻ അല്ലെങ്കിൽ സിക്സാഗ് പാറ്റേൺ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൊഫൗണ്ട് ബേസ് ലെവൽ ചേഞ്ചസ് വെൻ റാപ്പിഡ് ടെക്ടോണിക് അപ്ലിഫ്റ്റ് ഓക്കേഴ്സ്. അതായത് അപ്ലിഫ്റ്റ് പ്രഷർ മൂലം അല്ലെങ്കിൽ അതെല്ലാം മൂലമായിരിക്കും ഈ പറയുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ക്ലിയർ കട്ട് എക്സാമ്പിളാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. So that's the case regarding this geological work of river. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. ജിയോളജിക്കൽ വർക്ക് ഓഫ് റിവേഴ്സിൽ ഉണ്ടാവുന്ന 3 കാര്യങ്ങളാണ് മെയിനായിട്ട്: ഇറോഷൻ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഡിപ്പോസിഷൻ. ഈ 3 കേസിലും എങ്ങനെയൊക്കെ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ റിവർ വാട്ടർ ഡെവലപ്പ് ചെയ്യുന്നു, സെഡിമെൻറ്റിനെ എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, സെഡിമെൻറ്റിനെ എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, എങ്ങനെ ഡിഫറെൻറ്റ് ഫോംസസ് ഡെവലപ്പ് ചെയ്യുന്നു, ഈ ഒരു കേസ് സ്റ്റഡിയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. സോ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഡൗട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ അവിടെ വീഡിയോ പോസ് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് കാണുക ആ ഒരു ചെറിയൊരു പോർഷനും കാര്യങ്ങളെല്ലാം. So I hope the lecture is clear, and with this we wind up today's section. Thank you.